എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 4-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. ജൂൺ 4-ാം തീയതി വൈകിട്ട് ഈ ഒരു റിസൾട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഒഫീഷ്യൽ ഡേറ്റ് ജൂൺ 5-ാം തീയതി ആണെങ്കിലും ജൂൺ 5-ാം തീയതി രാവിലെ 10 മണി മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിച്ചത് ആ ഒരു ജില്ലയും സെലക്ട് ചെയ്ത് നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിലും അതുപോലെ തന്നെ ഏത് സ്കൂളിൽ ഏത് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ചുവപ്പ് കളറിലും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് യുവർ റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അതുപോലെ നിങ്ങളുടെ വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും യുവർ റാങ്ക് ഡീറ്റെയിൽസും ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഫീസും സഹിതം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുകയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തരത്തിലാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അത് 2 ടൈപ്സ് ഓഫ് അഡ്മിഷനാണ്. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള ഓപ്ഷനോ ആണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അതായത് ഫീസ് അടക്കാതെയുള്ള സർട്ടിഫിക്കറ്റ് മാത്രം നൽകിക്കൊണ്ടുള്ള അഡ്മിഷൻ നേടാവുന്നതാണ്. ഈ ഒരു 2 മുതൽ ബാക്കിയുള്ള ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നു. നിങ്ങൾക്ക് പിന്നീട് ഹയർ ഓപ്ഷൻസ് അതായത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻസ് വേണ്ട എന്നാണ് കരുതുന്നതെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടമാവുകയും പിന്നീട് പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതാണ്. അതുപോലെ തന്നെ 2 മുതൽ താഴോട്ടുള്ള ബാക്കി ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും പിന്നീട് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ അതായത് കിട്ടുന്നതിനായിട്ട് അതായത് ആ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറുന്നതിനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ നിർബന്ധമായിട്ടും എടുക്കുക. വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്നാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ യാതൊരുവിധ കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി +1 അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റിലേക്ക് പിന്നീട് നിങ്ങൾക്ക് പുതിയൊരു അപേക്ഷ നൽകാനോ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകുന്നതിനോ അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ അത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. നിങ്ങൾക്ക് ബയോളജി സയൻസ് ആയിട്ടുള്ള 2ാമത്തെ ഓപ്ഷനോ മറ്റോ ആണ് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നു. നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 2ാമത്തെ ഓപ്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2ാമത്തെ അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് ഓപ്ഷൻസ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച ആ ഒരു സീറ്റിൽ തന്നെ തുടരാനായിട്ട് സാധിക്കുന്നതാണ്. ചില സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റോടെ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരാറുണ്ടെങ്കിലും പല പ്രാവശ്യം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ ആയിട്ട് അവിടെ തന്നെ വീണ്ടും തുടരുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒന്നുകിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഏകദേശം 6-ാം തീയതി വൈകിട്ട് 4 മണി വരെയൊക്കെ ആയിരിക്കും അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ
ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട്, അതായത് ഈ ഒരു നേരത്തെ തന്നെ അഡ്മിഷനായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. കാരണം 4 മണിക്ക് അഡ്മിഷൻ ഉള്ള സമയത്ത് നിങ്ങൾ ലേറ്റായി പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റിൽ പോയിട്ട് അഡ്മിഷൻ നേടുന്നത് ഒഴിവാക്കി ആദ്യ ദിവസം തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം വേണ്ടത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ SSLC റിസൾട്ട് ചെക്ക് ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് ആയാലും മതിയാകും. അതുപോലെ നിങ്ങളുടെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് LSS, USS, അതുപോലെ കലാകായികമേള എന്നിങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകൾ, അതുപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ, അതുപോലെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ടോ അതും, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 2 ഫോട്ടോയും ആവശ്യമാണ്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസും, അതുപോലെ തന്നെ അഡ്മിഷൻ, അതായത് ഈ ഒരു അഡ്മിഷനായിട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെ സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററും വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.